ഹലോ ആ ഏ ഇന്നത് ഏ അയ്യല്ലേ പറഞ്ഞ് വീട് മാറിനപ്പോ തിങ്കളാഴ്ച കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞേ ഇവിടെ അനുണ്ടാക്കി അതെ അല്ല ഞാൻ ഇന്ന് പണിക്കേറിട്ടേ അല്ല ഞാൻ ഓൾക്ക് പള്ളലുണ്ടല്ലോ സൂറാക്കേ അപ്പൊ കാണിക്കാൻ വന്നിക്കാണ് ഈ ആട്ടോലും ഇതൊക്കെ ഉണ്ടല്ലോ ആ വക സാധനം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അവർ ശരി ശരി എന്നാ ആയിക്കോട്ടെ ഞാൻ ഇല്ല എന്ന് പണിക്കേറിയിട്ടേ ശരി എന്നാട്ടാ ശരി എന്ത് എന്ത് കാര്യം പിന്നെ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത് ഒന്നാം തന്റെ വർത്താനം ആ സൂതന്റെ വർത്താനം കേട്ടിട്ട് പിന്നെ ഇറങ്ങിയത് പിന്നല്ലാതെ കാര്യമുള്ള കാര്യം ഡോക്ടറെ കണ്ടു പിന്നെ എന്ത് കാണുന്നത് പ്രസവിക്കുക പറഞ്ഞാൽ അസലായിട്ട് വീട്ടിലിരുന്നിട്ടാണ് പ്രസവിക്കണം അതാണ് പെണ്ണുങ്ങൾ ഇതിപ്പോ ഇവിടെ വന്ന് ക്യൂ നിക്കണോടത്ത് ഓട്ടും കൂടി ചെയ്യാൻ പോവാത്ത ആളാണ് ഞാൻ ക്യൂ കാരണം നിങ്ങൾ എന്തിനാ കള്ളം പറയണ നിങ്ങൾ വോട്ട് ചെയ്തല്ലോ നിങ്ങളുടെ പേരില് പാടുണ്ട് ഇപ്പൊ എന്താണ് ഇതിപ്പോ 1500 ഉറുപ്പ്യ ഇങ്ങോട്ട് കിട്ടിയേ ഒരു ദിവസം പണിക്ക് പോയി എന്ത് കിട്ടും 1500 പിന്നെ ക്യൂ എന്നാലും എന്താണ് 3 ആളെ ഉണ്ടായിരുന്നല്ലോ ആ സമയം നല്ല സമയം നോക്കി ഞാൻ പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല ഇതൊന്നും ഇങ്ങനെ പറയല്ലേ ആൾക്കാര് കേൾക്കണേ ആൾക്കാർ മേടിച്ചോട്ടെ അവർക്ക് കിട്ടൂത്തല്ലേ നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാണ് എന്തിനാ നാളെ കിടത്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നായി ഞാൻ പറഞ്ഞില്ല എന്നോട് ആശുപത്രിക്ക് വരണ്ടാന്ന് നിങ്ങളെന്തിനാ നിക്കണേ എന്താ ഞങ്ങൾക്ക് അസുഖം ഗർഭിണിയാണ് കണ്ടുകൂടി വയറുകൾ ആയിക്കോട്ടെ നമുക്ക് പെണ്ണുങ്ങള് ഈ പറഞ്ഞ മാതിരിക്കും ഒന്നിനും വായിക്കില്ല ഒക്കെ ഡോക്ടർമാരുടെ അടുത്ത് പോകണം വീട്ടിലിരിക്കുക വെച്ചപ്പോ വീട്ടിൽ നിന്ന് പ്രസവിക്കാവുന്നല്ലോ ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇന്നോട് പറയണത് മതി കണ്ട ആൾക്കാരോട് പറയണ്ട അത് നമ്മളല്ലല്ലോ ഇതിപ്പോ എപ്പോഴാ നമ്മളെ വിളിക്കണേ ഒരു വിളിക്കൂ നോക്ക് റബ്ബേ ചിരിക്കാൻ വയ്യ ഇവിടെ ചങ്ങായി ഇവിടെ ഈ ഇതൊന്നുമില്ലേ ഫാനൊന്നുമില്ലേ മേശയും കൂടി അങ്ങ് വെച്ചുതരാം കാണിക്കാൻ വന്ന കണ്ടേ കാണിക്ക് പോടും എന്താ അവിടെ ഇരുന്ന് പറ വെറുക്കണേ പറയേ ഡോക്ടറെ കാണാൻ വന്നതാ ഡോക്ടറെ കാണാൻ വരാണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ചന്തക്ക് വന്നതാ കവിയാൻ വന്ന് വിളിക്കും കേട്ടാ വെറുതെ വർത്താനം പറയണ്ടേക്ക് ആളട്ട് പോയിപ്പിക്കാണ് ഇവിടെ പോയ 1 മണിക്കൂർ എന്താ അവിടെ ചെയ്യണവര് അവിടെ പല്ല് പറിക്കുക എന്തേ അതിനൊക്കെ ആരാശല്ലോണ്ടത് എന്താണ് കാര്യം പറയൂ നീ പറ പറയൂ എന്താണ് എന്താ പേര് രാജേട്ടാ എന്താ കാര്യം പറഞ്ഞോളൂ എന്താണ് നാണോ അത് ശരി അപ്പം മാഡത്തിന് നാണോ അല്ലെങ്കിൽ മാഡം പറഞ്ഞോളൂ എന്താണ് കാര്യം പറയൂ അതെ ഒരുപാട് പേഷ്യൻസ് പുറത്തുണ്ട് വെയിറ്റിംഗ് ആണ് പറയൂ എന്താ പ്രശ്നം പറയൂ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ വീണ്ടും വിശേഷം വല്ല ആയോ അങ്ങനെ വല്ലതും ഉണ്ടോ വിശേഷമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും പറയാൻ വേണ്ടിട്ട് കുട്ടി അത് ശരി ഇതിപ്പോ എന്താണ് നല്ല പ്രായത്തിൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല പിന്നെ ഇപ്പൊ വയസ്സാം കാലത്ത് കുട്ടി വേണമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരാൻ കാരണം അതല്ല കുട്ടികളുണ്ട് 2 കുട്ടികളുണ്ട് കുട്ടികളുണ്ടോ അവര് കാനഡയിൽ സെറ്റിൽഡ് ആണ് അത് ശരി അവര് വിളിക്കലില്ല അന്വേഷിക്കലില്ല അവരായിട്ടൊരു ബന്ധമില്ല ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നോക്കി ഞങ്ങളെ നോക്കാനൊരു പെണ്ണുണ്ടാവുമല്ലോ അത് ശരി അപ്പൊ അതാണ് പ്രശ്നം ഇതിപ്പോ എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പുറത്തു പോകുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്നു അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്നു അപ്പൊ അതാണ് പ്രശ്നം അതുകൊണ്ടൊരു കുട്ടി വേണം നിങ്ങളെ ഇനിയുള്ള കാലം നോക്കാനായിട്ടല്ലേ ഇപ്പോ രാജേട്ടോ എത്ര വയസ്സായി എനിക്ക് 58 വയസ്സായി അല്ലേ മാഡത്തിന് 48 ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നോക്കാനായിട്ടാണ് ഒരു കുട്ടി വേണമെന്ന് നിങ്ങൾ പറയണം അതെ നമുക്കിപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തൊരു കുട്ടി ഉണ്ടായിന്ന് വെക്കുക ആ കുട്ടിക്കൊരു 10 വയസ്സായി എന്ന് വെക്കും 10 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രായം 48 എന്നുള്ളത് 58 ആവും രാഘവൻചേട്ടൻ്റെ പ്രായം 58 എന്നുള്ളത് 68 ആവും അപ്പോൾ നിങ്ങൾ കുറേ കൂടെ പ്രായമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ചുകൂടെ മോശമാവും അപ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മനുഷ്യരാണ് നമ്മൾ ഞാൻ പറയുകയാണ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ 10 വയസ്സുള്ള കുട്ടി
ഒറ്റപ്പെടും, അത് അനാഥനാവും. ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ചങ്ങായി പോയിട്ട് നേരം കുറെ ആയല്ലോ, അത് പ്രസവം ഒന്നല്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ പ്രസവമാണല്ലോ? ഈ പ്രായത്തിലോ? സുഹറക്കോയ ആരാ? നിങ്ങളാ? ഞങ്ങളാണ്. വന്നോളി. ഹലോ ചേട്ടാ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ചങ്ങായി ഞങ്ങള് പോട്ടെ. പെട്ടെന്ന് ഇറങ്ങി വരാന്ന്. നിങ്ങൾക്കൊരു നമ്പർ തന്നിക്കില്ലേ, ടോക്കൺ നമ്പർ? എടാ മോനെ, ഞാൻ അവിടെ താമസിക്കാൻ പോണില്ല. ഇത്ര നേരം അറിയുള്ളൂ അവിടെ നിൽക്കണത്. എന്റെ ചേട്ടാ, ഇവിടെ ആരും താമസിക്കാൻ വേണ്ടി വന്നല്ലോ, ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാ. ഇന്നലൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ പ്രകാരം വിളിക്കൂട്ടാ. നിങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നോളി. എന്നാ പോണ ചെക്ക അവിടെ നിന്ന് റിസൾട്ട് കാണിക്കണം ഇവിടെ. കാണിക്കാനല്ല വന്ന്. എന്നാ പിന്നെ അധികം വർത്താനം പറയണ്ടട്ടാ. പറയുന്നില്ല. എത്ര മാസമായി? 4-5 മാസമായി. 4 5 3-4 മാസമായില്ലേ? 3 മാസമാണോ 4 മാസമാണോ 5 മാസമാണോ? ഇതിപ്പോ എത്രയായി? 5 മാസം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങള് ഇവിടെ ഫസ്റ്റ് ടൈം ആണോ? ആ. അപ്പൊ ഇതിനു മുമ്പ് കാണിച്ച ആ ഡോക്ടറുടെ സ്കാനിങ്ങിന്റെ റിസൾട്ടോ? അത് എടുത്തിട്ടൊന്നുമില്ല. അത് ആ ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പിണങ്ങി പോന്നാണ് മൂപ്പര്. മൂപ്പർക്കല്ലല്ലോ സ്കാൻ ചെയ്യേണ്ടത്, നിങ്ങൾക്കല്ലേ സ്കാൻ ചെയ്യേണ്ടത്. മൂപ്പര് സമ്മതിക്കൂല. എന്താ പ്രശ്നം? എന്താ സാറേ, അതേ ആ സ്കാൻ ചെയ്യുമ്പോ ഈ ചെറിയ കുട്ടിയോടാകുമ്പോ ഒരു കേടാണ് ഇത്ര അങ്ങനെ പറഞ്ഞേ. അത് കാരണം. എന്നാരാ പറഞ്ഞേ? എന്റെ സുഹൃത്ത് പറഞ്ഞാണ്. സുഹൃത്ത് ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറാ? ഡോക്ടറല്ല, ഒരു ബേക്കറിയില് ചിപ്സ് ഉണ്ടാക്കുക. ഒരു കാര്യം ചെയ്യും, ആ ചിപ്സ് കടയിൽ കൊണ്ടുപോയി കാണിക്കും. അതെ. ഈ 5-ാം മാസത്തിൽ സ്കാനിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയും പൊസിഷനൊക്കെ എങ്ങനെ അറിയും? അല്ല, ഇപ്പൊ നമ്മള് ചെയ്തില്ലെങ്കിലും ആ വളർച്ചയില് ആ പൊസിഷനിൽ ഉണ്ടാവില്ല. എങ്ങനെ നോക്കി അറിയാൻ പറ്റുമോ? കുട്ടി എങ്ങനെ ഇരിക്കണ, വളർച്ച എന്താണെന്ന് അറിയാൻ പറ്റുമോ? ആ ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻസ് തന്നിട്ടുണ്ടോ? അയണിന്റെയോ കാൽഷ്യം അതൊക്കെ കഴിക്കണ്ടോ? എല്ലാം മൂപ്പരെടുത്ത് എറിഞ്ഞു. സാറാ, ഈ അയണിന്റെ ഗുളികയെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രസവിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല പെണ്ണുങ്ങൾക്ക്, അങ്ങനെ പറഞ്ഞേ. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ ലോഡിങ്ങിലാണ്. അപ്പോൾ ഒരുപാട് ഡോക്ടർമാർ കൂടെ ഉണ്ടല്ലേ അവിടെ? കൂടെ ജോലിയാണ് അല്ലേ? ഞാനിപ്പോൾ ഇവിടെ സ്കാനിങ്ങിന് എഴുതരും, ലാബിൽ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ആ റിസൾട്ടും കൊണ്ട് വന്ന് ഞാൻ ബാക്കി അങ്ങോട്ടുള്ള ചികിത്സ നോക്കാം. ആ ഡോക്ടർ കേട്ടോ? ആവുന്റെ കോയാ, ഇന്നലല്ലേ നീ വരേണ്ടത്? ആ കോൺട്രാക്ടർ രാജമണ്ഡ സൈറ്റിലേക്ക് 2 ലോഡ് സിമെന്റാ വന്നു. പണിയുള്ളതൊന്നും നീ വരണ്ടട്ടാ. എങ്ങനെ ആ പെണ്ണിന്റെ പ്രസവത്തിന്റെ കാര്യമായിട്ട് ബോഡി പാഞ്ഞ ആൾക്കാണ്? അല്ല, ഞാൻ പറഞ്ഞ മന്മ ഡോക്ടറാണ് കാണിച്ചത്. മൂപ്പരെന്താ സ്കാൻ ചെയ്യണോ, അങ്ങനെ സ്കാൻ ചെയ്യണം, അങ്ങനെ ചെയ്യണോ, പിന്നെ എന്താ ഗുളിക കളിക്കണോ, സമയത്തിന് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കച്ചവടം നടത്തല്ലേ പൊക്ക് പണി. എടോ, ഡോക്ടർ പറഞ്ഞ മരുന്നൊക്കെ കഴിക്കണം. ഒന്നാമത്തെ ചങ്ങാടെ മോന്ത കണ്ട എന്താ സ്ഥിതി? ഇക്കൊന്നാമത്തെ ആണുങ്ങൾ പ്രസവം എടുക്കാ പറഞ്ഞാലൊക്കെ അത്രക്ക് ഇതുള്ള കാര്യമല്ല. അപ്പൊ അത് ആൺ ഡോക്ടറായതാണ് എന്റെ പ്രശ്നം. അപ്പൊ അതിന്റെ മുമ്പ് ഞാനൊരു ലേഡി ഡോക്ടറെ പറഞ്ഞു തന്നില്ലേ, ദമയന്തി? അവിടുന്ന് നീ എന്ത് പറഞ്ഞിട്ടാ പോന്നു? ഓരെ കുറിച്ചൊക്കെ വല്ല പെടുത്തുണ്ടോ നിങ്ങൾക്ക്? കാണാൻ ഒരു സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ പെണ്ണൊരുത്തി 3 കോടിയോ 4 കോടിയോ ഒക്കെ ചെലവാക്കിയിട്ട് ഡോക്ടറെ അയക്കണേ. നമ്മളൊക്കെ അങ്ങോട്ട് കാണാൻ കാത്തിരിക്കുക. അപ്പൊ എന്നെ പിടിങ്ങി വായിരിക്കൂടും. ഞാന് ഇക്കൊന്നാമത്തെ പരീക്ഷണത്തിന് നിൽക്കാൻ പറ്റില്ല. ആകെ ഒരു കാര്യം തന്നെ ഉള്ളു. എടോ, 4-5 മാസം കഴിഞ്ഞില്ലേ? ഒരു ഡോക്ടറെ സ്ഥിരമായി കണ്ടിട്ട് ചികിത്സ നടത്തേണ്ട സമയമാണിപ്പോ. നീ ഇപ്പൊ ഈ 3-4 ഡോക്ടർമാരെ അതിൽ ചെന്ന് കാണുന്നു. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഡോക്ടർ ഇവര് എന്തോരം ഗുളി എഴുതിണ്ടറിയോ? ഞാൻ അങ്ങനെ അവിടെ പകുതിക്ക് വെച്ച് വേണ്ട വെച്ചാണ് അവരുടെ കാര്യം. അവര് എഴുതി തന്ന ആ ഗുളി ഉണ്ട് എന്റെ ഇക്കാന്റെ കുട്ടി ഇരുന്ന് കളിക്കണം. അതുകൊണ്ട് അവന്റെ കയ്യിൽ മാറ്റാ റേഡിയോ ഒന്ന് കിട്ടിയിട്ടുള്ള ഒരു കാന്ത ഉണ്ടായിരുന്നു. അത് ഈ ഗുളിയുടെ മുകളിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടാവുമ്പോ ചാടി പിടിക്കണ് ഗുളിക. അപ്പൊ എന്താണ് അതിന്റെ ഉള്ളില്? ഇതൊക്കെ എന്റെ പെണ്ണിന്റെ വയറ്റിൽ പോയിണ്ടെങ്കിൽ കുട്ടറ കയ്യും കാലം അതിന്റെ മുകൾക്ക് നീളൂലേ? ഇതൊന്നും വിഡിത്തരം പറയാതിരിക്കണം. അത് ഇരുമ്പിന്റെ ഗുളിയാണത്. അത് കരുതിട്ട് ആ കാന്തമ്പത്ത് കയറി പിടിക്കുക. വെറുതെ വല്ലതും വിളിച്ചു പറയണ്ട. പണ്ടത്തെ കാലം എന്നല്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞു കേട്ട് മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്നു. എന്താ ചങ്ങായി പറഞ്ഞു? മാണ്ടനാണ്, ഒന്നും അറിയില്ല. 3-4 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കാര്യം
മൂപ്പര് പറഞ്ഞ വരും അനക്ക് കേക്കണം എന്റെ ഉണ്ണേ. എന്റെ ഉമ്മേ 11 പ്രസവിച്ചാണ്. എന്റെ ഉമ്മ ഓരോ പ്രസവത്തിനും കൊയ്ത്ത് കഴിഞ്ഞ് വരിക, പ്രസവിക്കാൻ പോവാ, വിറക് വെട്ടാൻ പോവാ, പ്രസവിക്കാൻ പോവാ. എന്റെ രണ്ടാമത്തെ കന പ്രസവിച്ച എങ്ങനെ അറിയാം എനിക്ക്? ഓരലില് നെല്ല് ഇടിച്ചോണ്ട് നിൽക്കായിരുന്നു. നെല്ല് ഇടിച്ച് അരി ആക്കിയതിന് ശേഷം നേരെ പോയിട്ട് വയനാട്ടിൽ വന്ന് പ്രസവം കഴിഞ്ഞെന്നാ പറഞ്ഞു. ചോറാക്കിയതാരി ചോറന്റെ അനക്കിപ്പോ ചോറും കൂട്ടാനും വെച്ചാൽ എന്റെ കണക്കറിയണ്ടേ? കുത്തിയിട്ട് പോയിട്ട് പ്രസവിച്ചു വന്നു. അപ്പൊ ചോറ് എന്തെങ്കിലും ഒരാളാക്കുമല്ലോ. നിങ്ങളെ പ്രശ്നം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഭാര്യ സുഖമായിട്ട് പ്രസവിക്കണം, അതിനുള്ളു. അതിനൊരാളുണ്ട്. പെണ്ണുങ്ങളാ? അതൊന്നും നോക്കണ്ട, ആണുങ്ങൾ തന്നെ. ഗുളിക കഴിക്കണ്ട, ഓപ്പറേഷൻ വേണ്ട, സ്കാനിങ് വേണ്ട, ഒരു പരിപാടിയും വേണ്ട. പോയി മുട്ടിയിടും പോലെ അങ്ങോട്ട് ഇട്ടോളും. ഞാൻ കാണിച്ചല്ല, നല്ല മനുഷ്യനാണ്. അങ്ങനത്തെ വേണ്ടുന്നേ, അങ്ങനത്തെ പേടിക്കണ്ടല്ലോ. അത് ആശുപത്രിയിൽ പോയിട്ട് നമ്മള് പ്രസവത്തിന്റെ കാര്യം പറഞ്ഞ് പ്രസവത്തിനെ കയറ്റുമ്പോ ഇവര് ആദ്യം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടോ, എഴുതി ഒപ്പിട്ടേരി, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് എഴുതി ഒട്ട്. അപ്പൊ അവർക്ക് തന്നെ ഉറപ്പില്ല. അതിനേക്കാൾ നല്ല വീട്ടിലിരുന്ന് പ്രസവിക്കല്ലേ. എല്ലാം പ്രകൃതത്യ. ഈ പ്രപഞ്ചമേ പ്രകൃതിയത്വം. പ്രകൃതി തരും, നമ്മൾ വാങ്ങിക്കും. അതിന്റെ അടിയിൽ ഇടനിലക്കാരനായിട്ട് എന്തിനാ ഡോക്ടർ? വികൃതി ഇല്ലാത്ത കുട്ടീനെയും കിട്ടും. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അതെ, 9 മാസവും 10 ദിവസമായ പ്രസവിക്കും. അതെല്ലേ? അത് വിട്ട് പോവില്ല. അതിനപ്പുറം പോവില്ല. അതേ വേണ്ടു. അതല്ല, അപ്പൊ ഇതിനെങ്ങനെ അയേണ് ഗുളികയൊക്കെ കഴിക്കണ്ടേ? എന്തിനാ അതൊക്കെ കഴിക്കണേ? നല്ല ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ അതൊക്കെ ഇങ്ങനെ വലിച്ചു കഴിക്കണം എന്ത് കാര്യത്തിനാണ്? ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവില്ലേ? ഒരു ഗുളികയും കഴിക്കണ്ട. സത്യത്തിലേ ഭക്ഷണമാണ് മരുന്ന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വൃത്തിയായിട്ട് കഴിക്കുക, അളവ് കുറച്ചും കഴിക്കുക. അളവ് കൂടിയാലും കുഴപ്പാ. അതല്ല, ഈ കുട്ടീന്റെ പൊസിഷനൊക്കെ അറിയാൻ സ്കാനിങ് ഒക്കെ ചെയ്യണ്ടേ? അബദ്ധമാണ് ഈ പറഞ്ഞത്. സ്കാനിങ് എക്സ്റേ ഒന്നും കേട്ടൂടാശാനി. മുണ്ടാതൊരു 10 കുത്തിയിരുന്നാണ്. ഇത്തിരി വെള്ളം തെളിക്ക്. വെള്ളം തളിക്കണ്ട, ഞാൻ പറയാം. ആശാനെ, സ്കാനിങ് വേണ്ട, എക്സ്റേ വേണ്ട. എക്സ്റേ എന്തെങ്കിലും തരട്ടെ എന്നാ ചോദിച്ചത്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പോ പൂച്ച പ്രസവിക്കുന്നുണ്ട്, ആട് പ്രസവിക്കുന്നുണ്ട്, പശു പ്രസവിക്കുന്നില്ലേ, കഴുത പ്രസവിക്കുന്നില്ലേ, അണലി പ്രസവിക്കുന്നില്ലേ, ഇരുമ്പ് പ്രസവിക്കുന്നില്ലേ, പന്നി അതും പ്രസവിക്കുന്നില്ലേ. ഇവരൊക്കെ ആശുപത്രിയിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സിസേറിയൻ നടത്തുന്നുണ്ടോ? ഗുളിക കഴിക്കുന്നുണ്ടോ? ഡോക്ടർക്ക് ഫീസ് കൊടുക്കണ്ടോ? ഒന്നും ചെയ്യണില്ല, എല്ലാം പടയാണ്. അതേപോലെ മനുഷ്യൻ അങ്ങനെ പ്രസവിച്ചു. അവരാരെങ്കിലും സ്കാൻ ചെയ്യണണ്ടാ? ഇല്ലല്ല. ഇവിടെ ആശാന്റെ വീട്ടിലെ പൂച്ച കിങ്ങിണി ആഴ്ചയിൽ 10ഉം 12ഉം കുഞ്ഞുങ്ങളെയാണ് പെറ്റു വെക്കണം. പിന്നെ പുറത്തോട്ട് പോയിട്ട് ഗർഭിണിയായിട്ടുണ്ട് വരും. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടാ? ഒരു സ്കാനിങ്ങും ഇല്ല, ഒരു സ്കാനിങ്ങും ഇല്ല. ഓരൊക്കെ നന്നായിട്ട് തിന്നണുണ്ട്. അത് ഓരുണ്ടാക്കിയിട്ടൊന്നല്ല തിന്നണതേ. എന്തിനാ ഓരുണ്ടാക്കണത്? അത് എലീനെ പിടിച്ച് ഓടിച്ചിട്ട് പിടിച്ച് തിന്നോളും. ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടേ. അതെല്ലാം പ്രകൃതിയിലുണ്ടല്ലോ ആശാനെ. അതെ 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 അതെ. അല്ല, ഇപ്പൊ നിങ്ങള് പ്രകൃതിന്ന് എന്താ അതൊക്കെ തിന്നണ്? ഞാൻ കഴിക്കണതൊന്നും ഇപ്പൊ ഇതില് കൂട്ടണ്ട. ഞാൻ സത്യത്തില് സൂര്യഭോജന പതിവ്. എനിക്കത് മതി. എന്തേ സൂര്യഭോജനം? അതായത് സൂര്യൻ ഉദിച്ചുകൊണ്ട് വരുമ്പോ സൂര്യനെ അങ്ങോട്ട് വിഴുങ്ങുക. സൂര്യനെ തിന്നേ? സൂര്യനെ വിഴുങ്ങുക, തിന്നില്ല. നമ്മൾ ഈ കാണുന്ന സൂര്യല്ലേ? ഓ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, സൂര്യൻ അങ്ങനെ വീങ്ങിയിട്ട് പിന്നെ പുറത്തേക്ക് വിടണ്ട. അവിടെ ഭയങ്കര ചൂടാ. 3-4 ദിവസം വയറ്റിൽ തന്നെ വെച്ചോ. പിന്നെ അല്ലാതെ സൂര്യൻ അങ്ങനെ വീങ്ങാത്ത. അത് അവര് ഉദ്ദേശിക്കണ എന്താന്ന് എനിക്കറിയോ? കാര്യമാക്കണ്ട. 18 ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്റെ ചൂട് ഓർക്കാൻ വേണ്ടിട്ട് മൂപ്പര് സൂര്യന് വീങ്ങ. ആശാൻ പറയണ അങ്ങോട്ട് അനുസരിക്ക. സുഖമായിട്ട് പ്രകൃതിദത്തമായിട്ട് അവനവന്റെ വീട്ടിൽ അങ്ങോട്ട് പ്രസവിക്ക. മറ്റേത് കാട്ടി കൊടുക്കട്ടെ? വേണ്ട 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 വേണ്ട. മുക്കാനുള്ളതേ അത് അടുത്ത തവണ കാട്ടിത്തരാം.
ഇന്ന് വായുശക്തി ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പ്രസവ വേദന വരുന്ന സമയത്ത് ഒന്ന് വിളിക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു പെൺകുട്ടീനോട് പറഞ്ഞു. ആയിക്കോട്ടെ. കൂടെ ഞാനും. ഞാൻ അതല്ല വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അങ്ങോട്ട് വരും ചെയ്യാൻ, ഇവിടുന്ന് പ്രസവിക്കാം, എന്നാലും കുഴപ്പമില്ല. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താ? ഏയ് അതൊന്നും ഇവിടെ പതിവില്ല, ഇതൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ ഇവിടെ തന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ടായുള്ള മരുന്നുകൾ, സംഗതികൾ, അതൊക്കെ എടുത്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചികിത്സകൾ കാണിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക. ഫലം ഉണ്ട് എന്ന് ആളുകൾ പറയുമ്പോ അതിലൊരു സുഖം, അത്രേ ഉള്ളൂ. ആശാൻ കറണ്ട് കാശ് 4000ആണ്. എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അല്ല ഞങ്ങൾക്ക് സമാധാനത്തിന് മരുന്നൊക്കെ പതിവില്ല. ഇവിടെ ഒരു സമാധാനത്തിന് ശരി അങ്ങനെ പോയിക്കോളാം. നടക്കണോ? നന്നായിട്ട് നടക്കണം. പോയിക്കോളാം.